Well, hello guys, this is me Super. Welcome back to my channel. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ആണ് ഇന്ന്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1 മാസവും 4 ദിവസമായിട്ടുണ്ട്. ഒന്നേ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ, ഇതിലേതാണ് ആദ്യം വരുന്നത്. അങ്ങനെയായിരിക്കും ഫസ്റ്റ് സർവീസ് ചെയ്തത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞു. ഞാൻ 29-ാം തീയതി സർവീസിൽ ചോദിച്ചപ്പോഴത്തേനും സർവീസ് ഫില്ലായിപ്പോയി. അപ്പം ആ കിലോമീറ്റർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതായത് ഇവിടെ വരുമ്പോഴത്തേനും ഏകദേശം ഇപ്പോൾ കണ്ടില്ലേ 977 ആയി. ഇവിടെ വരുമ്പോഴത്തേനും 1000 കിലോമീറ്റർ ആകുന്ന രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചപ്പം സർവീസ് ഫില്ലായിപ്പോയി. അപ്പം നമ്മൾ ഇന്നത്തേന്, അതായത് 3-ാം തീയതി, ജൂലൈ 3-ാം തീയതിയിലോട്ട് സർവീസ് നമ്മൾ മാറ്റി. അപ്പം ഡേറ്റ് ശകലം മുന്നോട്ട് പോയാലും കുഴപ്പമില്ല, കിലോമീറ്റർ കൂടുതലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ബുക്ക് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നേരിട്ട് പെട്ടെന്ന് വന്ന അന്ന് തന്നെ ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു ഇതിലിരിക്കുമായിരുന്നു. ഇന്ന് തന്നെ കിട്ടും, പക്ഷേ സർവീസ് ബുക്ക് ചെയ്യണം. അതൊക്കെ ഒരു പുതിയ അറിവാണ്. കവാസാക്കിക്ക് സർവീസ് ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഇന്നാണ് നമ്മുടെ ബുക്കിംഗ് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മുടെ ഷോറൂം ഇതേ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. ശകലം ദൂരം കൂടെ ഉള്ളൂ. സർവീസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. അതെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ബാക്കി തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടിയുടെ സർവീസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ചാർജും, പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയൊന്ന് അന്വേഷിച്ച് പറയാമോ എന്ന്. അപ്പോൾ നമുക്കത് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഒന്ന് അന്വേഷിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ബാക്കി ഞാൻ പറയാം. ഏകദേശം എത്തി. ശകലം ദൂരം കൂടെ ഉള്ളൂ ഷോറൂമിലോട്ട്. സർവീസ് അപ്പോൾ സർവീസിൻ്റെ കൂട്ടത്തിന് ശേഷം സർവീസ് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള പെർമിഷൻ ഇപ്പോൾ ഇല്ല. കാരണം വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പെർമിഷൻ മേടിക്കണമായിരുന്നു. ഇപ്പം ഏതായാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത സർവീസിന് വേണമെങ്കിൽ നമുക്ക് പെർമിഷൻ മേടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസിന് കൊടുത്ത ശേഷം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്, അതായത് വേറെ എങ്ങോട്ടും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോറൂമിൽ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. അവിടെ നമ്മുടെ CX-10R, CX-4RR, CX-6R, C900 ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഏകദേശം 1 മണി 2 മണി എങ്ങാണ്ടായി സർവീസ് കഴിഞ്ഞപ്പോഴത്തേനും. അതുവരെ ഞാൻ ഈ വണ്ടികളിലെല്ലാം ചുറ്റിനും ഓടി നടന്ന് എല്ലാത്തേനും മാറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്ന് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബോറടിക്കുന്നൊരു പരിപാടിയേ ഇല്ല. ഒരു ദിവസം വേണമെങ്കിലും ഞാൻ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഓടി നടന്നോളാം, ഒരു കുഴപ്പമില്ല. അപ്പം ഇടയ്ക്ക് ഞാൻ നൈസായിട്ടൊക്കെ നമ്മുടെ സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറൊന്നും അവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതും പോയ വഴിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ടുള്ള ബില്ല് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ നമുക്ക് ബില്ല് വന്നേക്കുന്നത് 7209 രൂപയാണ്. അതായത് 7208.96, 7209 നമുക്ക് കൂട്ടാം. പിന്നെ ഈ ബില്ലിനകത്ത് നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേനും 5079.13 ടോട്ടൽ വരത്തുള്ളൂ. കാരണം ഓയിലിൻ്റെ പ്രൈസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അത് എഴുതിയാണ് ചേർത്തേക്കുന്നത്. കാരണം അതായത് ഈ ഓയിൽ സ്റ്റോക്കിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
GST ബില്ല് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ സർവീസ് ചെയ്യുന്ന സമയത്ത് ഓയിലിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ ഒറിജിനൽ ബില്ല് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയേക്കുന്ന കോപ്പി വെച്ച് നമുക്കൊന്ന് പറയാം. അതായത് ലേബറാണ് ഏറ്റവും കൂടുതൽ അയക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സർവീസിൻ്റെ ഫുള്ള് ലേബർ, അതായത് ഓയിൽ മാറ്റുക, ഫിറ്റ് ഊരുക, ചെയിൻ ടൈറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ലേബർ വന്നേക്കുന്നത് 2690 രൂപയാണ്. ചെയിൻ ക്ലീനിങ്ങിനും ചെയിൻ ലൂബ് ചെയ്യുന്നതിൻ്റെയും ലേബർ 293 രൂപയാണ്. പിന്നെ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു 175 രൂപ മേടിച്ചിട്ടുണ്ട്. ലേബർ എല്ലാം കൂടെ 3160 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ സ്പെയർ പാർട്സിന് നമ്മുടെ ഓയിൽ ഫിൽറ്ററിന് 1220 രൂപ. പിൻ കോട്ടർ എന്ന് പറഞ്ഞ സാധനം എനിക്ക് എന്നാന്ന് മനസ്സിലായിട്ടില്ല, അതിന് 70 രൂപ. ചെയിൻ ക്ലീനറിന് 149 രൂപ ആയിട്ടുണ്ട്. ചെയിൻ ലൂബിന് 254 രൂപ ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ക്ലീനറിന് 194 രൂപ. ഗ്യാസ്കറ്റിന് 30 രൂപ. അതെല്ലാം കൂടെ 1919 രൂപ. പിന്നെ കവാസാക്കിയുടെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള 10W30 3 ലിറ്റർ ഓയിലായിട്ടുണ്ട്. അതിന് 2129 രൂപ 83 പൈസ പ്ലസ് 1919 രൂപ പ്ലസ് 3160 രൂപ, എല്ലാം കൂടെ 7208.96, അതായത് 7209 രൂപ നമ്മുടെ ടോട്ടൽ സർവീസ് ചാർജ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് ചാർജ് ആണ്. എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സർവീസ് വരുന്നത് 6000 കിലോമീറ്ററിലാണ്. 6000 കിലോമീറ്ററാണ് സർവീസ് ഇൻ്റർവെൽ. അത് കഴിയുമ്പോൾ പിന്നെ 12000 കിലോമീറ്റർ. ഇപ്പോൾ വെച്ചേക്കുന്ന സാധാ ഒരു മിനറൽ ഓയിലാണ്. 10W30 ഗ്രേഡി വരുന്ന കവാസാക്കിയുടെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു മിനറൽ ഓയിലാണ് വെച്ചേക്കുന്നത്. ആ ഓയിൽ എനിക്ക് അത്രത്തോളം ഒരു 100% ഈ വണ്ടിയുടെ ഒരു റിഫൈൻമെൻറ്റും സ്മൂത്ത്നെസ്സും ആ ഓയിൽ ഒഴിച്ചപ്പോഴത്തേനും കിട്ടുന്നില്ല. അത് ഇച്ചിരി കൂടെ വണ്ടി സ്മൂത്ത് ആവാനും റിഫൈൻമെൻറ്റ് ആവാനും ഉണ്ട്. അതായത് ഇപ്പം തന്നെ വണ്ടി നല്ല രീതിയിൽ സ്മൂത്തും റിഫൈൻമെൻറ്റുമാണ്. ഞാൻ എൻ്റെ റിവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക് ചെറിയ ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ടെന്ന്. ആ വൈബ്രേഷൻ ഉള്ള സമയത്താണ് പോലും വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്താണ്. എന്നാൽ ഇച്ചിരി കൂടെ, അതായത് ആ ഒരു ഇച്ചിരി കൂടെ എന്താ പറയണ്ട, ഓയിലിൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ട് ഇച്ചിരി കൂടെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. ഷെല്ലിൻ്റെ ഓയിൽ ഒഴിച്ച BS3 വണ്ടികളൊക്കെയാണ് ഞാൻ ഓടിച്ചിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര സ്മൂത്ത്. അതായത് ആ ഓണർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഷെല്ലിൻ്റെ ഓയിൽ ഒഴിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു റിഫൈൻമെൻറ്റും ഒരു ഗിയർ സ്മൂത്ത്നെസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇപ്പം വാറണ്ടി നമുക്ക് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കവാസാക്കിയുടെ തന്നെ ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ എങ്ങനെയും നമുക്കൊരു ഇച്ചിരി കൂടെ നല്ലൊരു ഓയിൽ ഒഴിക്കണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. ഇനി അത്യാവശ്യം നല്ല മേജർ പാർട്സ് ചേഞ്ചിങ് ഒക്കെ വരുമ്പോഴത്തേനും ഇച്ചിരി സൂപ്പർ എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർവീസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഫസ്റ്റ് സർവീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ നമ്മുടെ വണ്ടിയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനോ നിഞ്ചയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ love your machine, love yourself, take care, bye bye.